പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ദിവരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം ആമേൻ സ്വതന്ത്ര ദൈവസഭയായി കടന്നു വന്ന് നമുക്ക് എല്ലാവർക്കും ദൈവത്തെ ആരാധിക്കുവാൻ സർവ്വകൃപാലുവ ദൈവം ചെയ്ത വൻ കൃപകളെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ ഹാലലുയ. യാദൃച്ഛിക ആമേൻ ഹാലലുയ. അഞ്ച് സിസ്റ്റർ പറഞ്ഞതുപോലെ നമ്മൾ ആരും യാദൃച്ഛിക ഇവിടെ വന്നവരല്ല. ദൈവത്തിൻ്റെ ആമേൻ കൃത്യമായ പദ്ധതിയും ആമേൻ ദൈവത്തിൻ്റെ ഉദ്ദേശവും ഉള്ളതുകൊണ്ടാണ് ദൈവം നമ്മളെ ആമേൻ സ്വതന്ത്രം ഇന്ന് പകൽക്കാലം ഇവിടെ കൂട്ടിവരുത്തിയിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഹാലലൂയ. ആമേൻ സ്തോത്രം. കടന്നു വന്ന സമയം മുതൽ ഇതുവരെയും വലിയ ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ആമേൻ മൂവ്മെൻറ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം, ഹാലലുയ. എത്ര പേര് പ്രാർത്ഥനയോടെ ആയിരിക്കും ഇന്ന് പകൽക്കാലം? കർത്താവേ, എന്നെ ഒന്ന് തൊടണമേ, എൻ്റെ വിഷയങ്ങളുടെ ഒന്ന് തൊടണമേ, എൻ്റെ നിരാശകളെ ഒന്ന് തൊടണമേ. കർത്താവെ, ഞാൻ ഈ ഹോൾ വിട്ട് മടങ്ങിപ്പോകുമ്പോൾ ഒരു വിടുതലോടുകൂടി എനിക്ക് മടങ്ങിപ്പോകണം. നിരാശയോടെ ഞാൻ വന്നത്, വേദനയോടെയാണ് ഞാൻ വന്നതെങ്കിലും ഹാലലുയ കർത്താവെ, ഒരു ദൈവിക സമാധാനം എൻ്റെ ഹൃദയത്തിന്മേൽ അയക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നു? നാളുകളായുള്ള പ്രാർത്ഥനകളുടെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നു? ഹാലലൂയ. ആമേൻ സ്തോത്രം. പ്രിയ അഞ്ച് സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ഇപ്രകാരം ചിന്തിപ്പാൻ ഇടയായി തീർന്നു. കഴിഞ്ഞ നാളുകളിൽ ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ ഹാലലുയ പ്രാർത്ഥിക്കുമ്പോൾ മീറ്റിംഗ് ലീഡ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു വാക്യമായിരുന്നു, ആരാധിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഹാലലുയ ആമേൻ ദൈവപ്രവർത്തികൾ കാണാമറയത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന്. അതിൻ്റെ ഒരു ഉത്തമമായ തെളിവാണ് പ്രിയ നിബിൻ ബ്രദറും കുടുംബവും ഇവിടെ ആയിരിക്കുന്നത് എന്നുള്ളത് ആമേൻ സ്വന്തം ഒരു സാക്ഷ്യമായി തീർന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ആമേൻ ചില മാസങ്ങൾക്ക് മുമ്പ് അവരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും സിസ്റ്റർ മൂലം ആമേൻ സഹോദരിമാരുടെ മീറ്റിങ്ങിലും ദൈവസഭയിലും ആമേൻ സ്തോത്രം അവരെ കാണാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏകദേശം നവംബർ മാസം കേംബ്രിഡ്ജിലുള്ള ആമേൻ സ്വന്തം ഒരു കുടുംബത്തെ പരിചയപ്പെട്ടപ്പോൾ ഇങ്ങനെ ഒരു ഫാമിലി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അന്നു മുതൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സഹായിച്ചു. ആമേൻ ഹാലലിയ. അന്ന് തന്നെ ദൈവദാസനെ വിളിച്ച് ഞാൻ ആ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു കുടുംബം ഈ ദേശത്തുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. എന്നാൽ ആ പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവം ചില മാസങ്ങൾക്ക് ശേഷം ഇവിടെ ദൈവരെ കൂട്ടിക്കൊണ്ട് വന്ന് ഇന്ന് പകൽക്കാലം ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കൃപ ചെയ്തെങ്കിൽ ഹാലലിയ നമ്മളോട് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന ആമേൻ ആർക്ക് വേണ്ടിയും ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. ദൈവം അദ്ദേഹത്തിൻ്റെ സമയത്ത് ആമേൻ ഹാലലുയ ആ പ്രവൃത്തികൾ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെയ്തെടുപ്പാൻ ഇടയായി തീരും എന്ന് ഇന്ന് വിശ്വസിക്കുക. ആമേൻ. ഒരു ചെറിയ പ്രാർത്ഥന ആമേൻ ഹാലലുയ കൂട്ടുകാരിൽ നിന്ന് കേട്ട ആമേൻ ഹാലലുയ പ്രാർത്ഥനാ വിഷയം ദൈവസഭയിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന് അതിൻ്റെ വിടുതലുമായി ദൈവസ്ഥാനത്തിൽ നിൽപ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേശത്തിന് വേണ്ടി ഇടിവ് നിൽപ്പാൻ താല്പര്യരായി നിൽക്കുന്ന ദൈവജനമേ ആമേൻ ശക്തമായി പ്രാർത്ഥിപ്പാൻ ഹാലലുയ തയ്യാറായാൽ കാണാമറയത്ത് ആരാധിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക വിടുതലുകൾ പല ഭവനങ്ങളുടെ ഉള്ളറയിൽ വെളിപ്പെടാൻ ഇടയായി തീരും. ആമേൻ. അസ്തമിച്ച് ഇനി മുന്നോട്ട് വഴിയില്ല. ആമേൻ. ഇനിയും മുന്നോട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കുന്ന പല ജീവിതങ്ങളുടെ മേലും പുതിയ ചില തുടക്കങ്ങൾക്ക് കാരണമായി തീരാൻ ദൈവസഭ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തെ വചന ധ്യാനത്തിനായി ഒരു വചനം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാനായി ഇവിടെ കടന്നു വന്ന ദൈവജനം എത്ര പേര് ആമേൻ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിച്ചു? സ്വയം പരിശോധന നടത്തണം. ആമേൻ ഹാലലുയ. സ്തോത്രം. അത് ദൈവവചനത്തിൽ ആമേൻ നാം നിരന്തരം നാവിലെടുത്ത് ഉച്ചരിക്കുന്നതായൊരു വചനമാണ്. എന്നാൽ സ്തോത്രം ജീവിതത്തിൽ പ്രയാസമുണ്ട്, പ്രതികൂലമുണ്ട്, കഷ്ടതകളുണ്ട്. എന്നാൽ ആമേൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് എനിക്ക് എൻ്റെ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ബലത്തോടെ പൂർണ്ണ ആത്മാവോടെ ആരാധിക്കാൻ കഴിഞ്ഞോ എന്ന് നാം ആമേൻ നമ്മളോട് തന്നെ ചോദിക്കണം. അടുത്തിരിക്കുന്ന വ്യക്തി കൈകൊട്ടിയത് കൊണ്ടല്ല, അടുത്തിരിക്കുന്ന വ്യക്തി ആരാധിച്ചത് കൊണ്ടല്ല, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കതിന് സാധിച്ചോ ഇല്ലയോ എന്ന് സ്വയം പരിശോധന നടത്തിയിട്ട് ഇന്ന് പകൽക്കാലം നാം മടങ്ങിപ്പോകാവൂ. എന്തുകൊണ്ടാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്? സ്തോത്രം. ദൈവത്തെ ആരാധിപ്പാൻ ഒരുപാട് കാരണങ്ങളുണ്ട് സ്തോത്രം ദൈവവചനത്തിൽ. ഹല്ലേലൂയ. അതൊന്നും എടുത്ത് വിശദീകരിപ്പാൻ ഞാൻ സമയത്തെ വേർതിരിക്കുന്നില്ല. നമ്മുടെ കർത്താവ് ആമേൻ ഹല്ലേലൂയ ആമേൻ കർത്താവായതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ എൻ്റെ രക്ഷകനായതുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു. സ്തോത്രം. രാജാതി രാജാവായതുകൊണ്ട് ആമേൻ അഖിലാണ്ടത്തിൻ്റെ ഉടയവനായതുകൊണ്ട് ആമേൻ ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് സ്തുതികളിന്മേൽ വസിക്കുന്നവനായതുകൊണ്ട് അവൻ സർവ്വസ്തുതിക്കും ബഹുമാനത്തിനും യോഗ്യനായതുകൊണ്ട് അവൻ ആദ്യനും അന്ത്യനുമായതുകൊണ്ട് അത്ഭുത മന്ത്രിയായതുകൊണ്ട് വീരനാം ദൈവമായതുകൊണ്ട് നിത്യപിതാവായതുകൊണ്ട് സമാധാന പ്രഭു ആയതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവജനം ദൈവത്തെ ആരാധിക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവത്തെ ആരാധിക്കേണ്ടതിന് ഒരുപാട് ആമേൻ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരുമ്പോൾ എൻ്റെ ഹൃദയ നിലവാരം എപ്രകാരമാണെന്ന് ഇന്ന് പകൽക്കാലം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഒന്ന് പരിശോധിക്കണം.
ഞായറാഴ്ച ആയതുകൊണ്ട്, ക്രിസ്ത്യാനി ആയതുകൊണ്ടും ഹല്ലേലൂയ ആമേൻ ദൈവത്തെ ആരാധിപ്പാൻ സഭയിൽ വരുവാനല്ല. ഞാൻ ഇന്ന് പകൽക്കാലം എൻ്റെ സമയത്തെ വേർതിരിച്ച് ആമേൻ ഹല്ലേലൂയ എൻ്റെ ജോലിയെ മാറ്റിവെച്ച് നൈറ്റ് ഡ്യൂട്ടിയുടെ ക്ഷീണം വകവെക്കാതെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ക്ഷീണം വകവെക്കാതെ, ഹല്ലേലൂയ മറ്റു പല ആവശ്യങ്ങളുണ്ടായിട്ടും അതിലൊന്നും പോകാതെ ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവത്തെ ആരാധിപ്പാൻ എനിക്ക് കഴിയുന്നുണ്ടോ? അതോ എൻ്റെ ചിന്ത ആമേൻ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ എൻ്റെ കുടുംബത്തിൻ്റെ പല പ്രശ്നങ്ങളുടെ മേലാണോ ഞാൻ ദൈവസന്നിധി ഇരിക്കുമ്പോഴും ദൈവവചനം പറഞ്ഞു, നിന്റെ സകല ചിന്താകുലും അവൻ്റെ മേൽ ഇട്ടുകൊണ്ട് ആമേൻ നിന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്കൊന്ന് പകർന്ന് അല്പനിമിഷം ദൈവത്തെ ആരാധിച്ചാൽ നിനക്ക് കഴിയാത്തത് ആമേൻ ദൈവത്തിന് ചെയ്യാൻ കഴിയും. നീ ചിന്തിച്ച് കൂട്ടിയിട്ട് ചെയ്യുവാൻ കഴിയാത്തത് ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. നാളുകളായി ഹല്ലേലൂയ നീ ശ്രമിച്ചിട്ട് ചെയ്യുവാൻ കഴിയാത്തത് ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. ഫുൾ സ്റ്റോപ്പിൽ നിൽക്കുന്ന മുന്നോട്ട് ഇനി ഒരു വഴിയുമില്ലെന്ന് ഹല്ലേലൂയ വിധി എഴുതിയ പലതിൻ്റെ മേലും ദൈവപ്രവൃത്തി വ്യാപരിക്കണമെങ്കിൽ ആമേൻ നിന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് കൊടുക്കാൻ തയ്യാറാക്. ദൈവത്തിന് നിന്റെ കാശ് വേണ്ട, ആമേൻ നിന്റെ സമ്പത്ത് വേണ്ട, ദൈവത്തിന് വേണ്ടി നിന്റെ ഹൃദയമാ. അതിനെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിക്ക്. ആമേൻ നിന്റെ വിഷയങ്ങൾ എന്തെന്ന് ദൈവത്തിന് അറിയാം. നീ അത് പറഞ്ഞില്ലേലും ദൈവത്തിന് അറിയാം. ആമേൻ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ ആമേൻ ഹല്ലേലൂയ രഹസ്യത്തിലും പരസ്യത്തിലും നീ അല്ല കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന വിഷയം ഒരുപക്ഷെ സ്വന്തം ഭർത്താവിനോട് പോലും പറയാത്തതായിരിക്കാം, ഒരുപക്ഷെ സ്വന്തം ഭാര്യയോട് പോലും പറയാത്തതായിരിക്കാം, ദൈവസഭയോട് പറയാത്തതായിരിക്കാം. എന്തുമാകട്ടെ ആമേൻ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഹല്ലേലൂയ മുട്ടുമേൽ നിന്ന് ഹൃദയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് കണ്ണുനീരോടൊന്ന് പ്രാർത്ഥിപ്പാൻ തയ്യാറാക്. ഹല്ലേലൂയ അത്ഭുത മന്ത്രിയായവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും, വീരനായവൻ വീര്യപ്രവർത്തികൾ ചെയ്യും. ഹല്ലേലൂയ അഖിലാണ്ടത്തിന്റെ നിർമ്മിതാവായ നമ്മുടെ കർത്താവിന് സാധിക്കാത്ത യാതൊരു കാര്യവുമില്ല. എന്തുകൊണ്ടാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടത്? ആമേൻ ഹല്ലേലൂയ പാപക്ഷമ ലഭിച്ചവരെല്ലാം ആമേൻ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ ആമേൻ 32-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണാനായി കഴിയുന്നു, ലംഘനം ഹല്ലേലൂയ ക്ഷമിച്ചും ആമേൻ പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ഹല്ലേലൂയ വിശ്വസിക്കുന്നു ഞാനൊരു ഭാഗ്യവാനാണ്? ആമേൻ സ്തോത്രം. അതോ ഇന്നും ചില പാപസ്വഭാവങ്ങൾ നിന്റെ ഹൃദയത്തെ അടക്കി വാണിട്ട് പ്രാഗൽഭ്യമില്ലാതെ ഇരിപ്പാനാണോ നിന്റെ ഹൃദയം നിന്നെ അനുവദിക്കുന്നത്? അതോ ആമേൻ ഞാൻ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവനാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ സ്തോത്രം. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കാപട്യമില്ലാതെ ഹല്ലേലൂയ അകൃത്യം കണക്കെടുത്തില്ല എന്ന പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിൽ കടന്നു വന്നിരിപ്പാൻ കഴിവുള്ള എല്ലാ ദൈവജനത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആമേൻ കുറവുകൾ ജീവിതത്തിൽ കടന്നു വരാം, പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ അതിന് നടുവിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ക്ഷമ ചോദിച്ച് ദൈവത്തിൽ നിരപ്പ് പ്രാപിച്ച് ആമേൻ ഹല്ലേലൂയ ആമേൻ പ്രാഗൽഭ്യത്തോടെ ഇരിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാനായി കഴിയുന്നു ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷമിച്ചുപോയി. ആമേൻ ഹല്ലേലൂയ. പാപത്തെക്കുറിച്ച് ബോധമില്ലാത്ത അവസ്ഥകൾ, ഹല്ലേലൂയ ആരും അറിയത്തില്ലെന്ന് പലപ്പോഴും ചിന്തിക്കുന്ന അവസ്ഥകൾ. ആമേൻ ഞാൻ പാപം ചെയ്തു എന്ന് എനിക്കറിയാമെങ്കിലും ആമേൻ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയാൻ തയ്യാറാവാതെ മൗനമായിരിക്കുന്ന ആമേൻ ജീവിതങ്ങൾ. ഹല്ലേലൂയ. എന്നാൽ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത് ഹല്ലേലൂയ പാപത്തെക്കുറിച്ച് തനിക്ക് ബോധം വന്നതുകൊണ്ടാ അത് ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ തയ്യാറായത്. ആമേൻ സ്തോത്രം. ഏറ്റുപറയാൻ തയ്യാറായതുകൊണ്ടാ തനിക്ക് പാപക്ഷമ അവിടെ ലഭിക്കുവാനിടയായത്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം പാപബോധം വന്നെങ്കിൽ മാത്രമേ ആമേൻ ഏറ്റുപറച്ചിൽ നടക്കത്തുള്ളൂ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തെ എന്തെങ്കിലും കുത്തുന്നുവെങ്കിൽ, ആമേൻ എന്തെങ്കിലും കാര്യങ്ങൾ നിന്റെ ഹൃദയത്തെ ആമേൻ ഹല്ലേലൂയ ചഞ്ചലപ്പെടുത്തുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്ക്. ആമേൻ സ്തോത്രം. അത് നിന്റെ ഹല്ലേലൂയ പാപം ഏറ്റുപറയാൻ വേണ്ടിയിട്ടാ. നിന്റെ നാവ് കൊണ്ട് നീ ഒന്ന് ഏറ്റുപറയാൻ തയ്യാറാകുമ്പോൾ അവിടെ ഹല്ലേലൂയ സ്തോത്രം പാപക്ഷമ ലഭിക്കാനിടയായി തീരും. ഹല്ലേലൂയ. ആമേൻ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആമേൻ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ കാര്യപരിപാടി എന്ന് പറയുന്നത് ആമേൻ ഒരു കാര്യസ്ഥനായി നമ്മളോട് കൂടെ ഇരുന്ന് ആമേൻ ഹല്ലേലൂയ നമ്മളെ വഴി നടത്തേണ്ടതിനാ. ആമേൻ സ്തോത്രം. പാപബോധം നമ്മുടെ ഉള്ളിൽ വരുത്തേണ്ടതിനാ. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ എപ്പോഴൊക്കെയാ പാപബോധം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? ഹല്ലേലൂയ വചനം കേൾക്കുമ്പോൾ, പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ, ഹല്ലേലൂയ പാട്ടുകൾ പാടുമ്പോൾ, വചനത്തിൽ ഇരിക്കുമ്പോൾ, വചനം ധ്യാനം ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും നിന്റെ ഹൃദയത്തെ എന്തെങ്കിലും കാര്യങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ മുറ്റുമേൽ നിന്നുകൊണ്ട് ദൈവത്തോട് പറ. ഒരു മനുഷ്യനോടും പറയണ്ട. മനുഷ്യനോട് നിരപ്പ് പ്രാപിക്കേണ്ടത് മനുഷ്യനോടും, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കേണ്ടത് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചുകൊണ്ട് പ്രാഗൽഭ്യത്തോടെ ദൈവത്തിൽ കടന്നു വന്നാൽ മാത്രമേ ദൈവത്തിൽ നീ കഴിക്കുന്ന
ഹല്ലേലൂയ ആരാധന അത് യഹോവയ്ക്ക് പ്രസാദകരമായി മാറുകയുള്ളൂ എന്ന് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഓർമ്മപ്പെടുത്തുകയാ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഒരു ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, തനിക്ക് പാപത്തെ കുറിച്ച് ബോധം വന്നതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ അത് ഏറ്റുപറയാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് തനിക്ക് പാപക്ഷമ ലഭിച്ചത്. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. പാപക്ഷമ ലഭിച്ച ഒരു മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് മരുഭൂമിയായി കിടന്ന ഒരു സ്ഥലത്ത് അത് ഒരു ഉദ്യാനമായി മാറുന്ന തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഒരു പാപക്ഷമ ലഭിച്ച ഒരു മനുഷ്യന്റെ ആമേൻ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നാം നമ്മളോട് തന്നെ ചോദിച്ചു നോക്കണം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ചേറ്റിക്കിടന്ന എന്നെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തോടകുന്ന പല പാപങ്ങളും ചെയ്ത് നടന്ന എന്നെ ദൈവം സ്നേഹിച്ചതുകൊണ്ട്, എൻ്റെ പാപങ്ങളെ ദൈവം ക്ഷമിച്ചു തന്നതുകൊണ്ട് ഇവിടെ പ്രാഗൽഭ്യത്തോടെ ഇരിപ്പാൻ സാധിക്കുന്നത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അല്ല, എന്തെങ്കിലും കാര്യങ്ങൾ നിന്റെ ഹൃദയത്തെ ചുറ്റുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ നിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ട്, ആമേൻ ഹല്ലേലൂയ ദൈവം അത് പരിശുദ്ധമാം നിന്റെ ഹൃദയത്തെ ആമേൻ ഹല്ലേലൂയ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ഒരു മടിയും വിചാരിക്കാതെ കർത്താവേ സംഭവിച്ചു പോയി, എന്നോട് ക്ഷമിക്കണം, എൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായി, എൻ്റെ വിടുതലിന് തടസ്സമായി, ദൈവത്തെ ആരാധിക്കുന്നതിന് പ്രസാദമില്ലാതായി പോകുന്നതിന് തടസ്സമായി കർത്താവേ എൻ്റെ ജീവിതത്തിലെ കുറവാണെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് യാതൊരു മടിയും കൂടാതെ സങ്കീർത്തനക്കാരനെ പോലെ ഏറ്റുപറയാൻ തയ്യാറായാൽ ദൈവിക വിടുതൽ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല, അവൻ നിന്റെ ജോലി മേഖലയിൽ മാത്രമല്ല, നിന്റെ ഭവനത്തിന്റെ ഉള്ളറയിൽ ദൈവസഭയിലൊക്കെയും അത് വ്യാപരിപ്പാനിടയായി തീരുമെന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ്. ആമേൻ സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് യോനയെ പറ്റി. ആമേൻ ഹല്ലേലൂയ കാറ്റ് പ്രതികൂലമായപ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അടുത്തത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആയിരുന്നപ്പോൾ ആമേൻ യോനയ്ക്ക് ബോധം വന്നു. ആമേൻ സ്തോത്രം. യോനയ്ക്ക് ബോധം വന്നു. ഹല്ലേലൂയ താനാണ് തെറ്റുകാരൻ. ആമേൻ തൻ്റെ കുറവ് കൊണ്ടാണ് ഇപ്പോൾ ഈ കാറ്റടിക്കുന്നത്. ആമേൻ തൻ്റെ കുറവ് കൊണ്ടാണ് ഇപ്പോൾ ഈ കപ്പൽ ആടി ഉലയുന്നത്. ആമേൻ കപ്പലുള്ളവരുടെ എല്ലാം ജീവിത അപകടത്തിലാകാൻ പോകുന്നത് തൻ്റെ ഒറ്റയൊരുത്തൻ്റെ കുറവ് കൊണ്ടാണെന്നുള്ളൊരു ബോധം തൻ്റെ മേൽ വന്നപ്പോൾ താൻ പറയാനിടയായി തീർന്നു, എന്നെ എടുത്ത് പുറത്തിട്ടേര്, ആമേൻ നിങ്ങളുടെ പ്രശ്നം മാറും. ആമേൻ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ജീവിതത്തിലെ ഹല്ലേലൂയ ഏതെങ്കിലും മേഖലകളിൽ ആമേൻ തിരമാലകൾ ആഞ്ഞടിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ എന്നെ കപ്പലിപ്പോൾ ഹല്ലേലൂയ മുങ്ങിപ്പോകുമോ എന്നുള്ളൊരു ചിന്ത നിന്നെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്ക്. ആമേൻ എൻ്റെ കുഴപ്പം കൊണ്ടാണോ ഹല്ലേലൂയ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ തിരമാലകൾ ആഞ്ഞടിക്കുന്നത്? എൻ്റെ കുഴപ്പം കൊണ്ടാണോ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഹല്ലേലൂയ പ്രയാസങ്ങൾ കടന്നു വരുന്നത്? അങ്ങനെയെങ്കിലും ഒന്ന് നിരപ്പ് പ്രാപിക്കാൻ തയ്യാറായാൽ, ആമേൻ സ്വത്രം പുറത്ത് കളയേണ്ടതിനെ ഒന്ന് പുറത്തു കളയാൻ തയ്യാറായാൽ ആമേൻ കാറ്റുകൾ അടങ്ങും, ആമേൻ കടൽ ശാന്തമാകും. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. വാഗ്ദത്തം ലഭിച്ചവനെ കരുതുവാൻ കപ്പലിൽ നിന്ന് പുറത്തിട്ടപ്പോഴും ആമേൻ ഹല്ലേലൂയ ദൈവപ്രവൃത്തി നിന്നെപ്പറ്റി ചെയ്യാനുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ആഴക്കടലിൽ തള്ളിയിട്ടാലും അവിടെ തിമിംഗലത്തെ ഒരുക്കി നിന്റെ മേൽ പറഞ്ഞിരിക്കുന്ന ദൈവിക വാഗ്ദത്തത്തെ നിറവേറ്റാൻ യഹോവ ശക്തനാ. ഹല്ലേലൂയ സ്തോത്രം. കപ്പലിൽ നിന്ന് നീ ആഴക്കടലിൽ പോയത് കൊണ്ട് പേടിക്കേണ്ട. നിനക്ക് വേണ്ടി നിന്നെപ്പറ്റി ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ദൈവം ചെയ്തെടുക്കാൻ ചില തിമിംഗലങ്ങളെ ഒരുക്കും. ക്രിസ്ത്യ സ്ഥാനത്ത് നിന്നെ കൊണ്ട് ഛർദ്ദിക്കും. ആമേൻ ക്രിസ്ത്യ സ്ഥാനത്ത് നിന്നെ കൊണ്ട് ഏൽപ്പിക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ആമേൻ അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ആമേൻ സ്തോത്രം. ഒരു ബോധം നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് ആമേൻ ഹല്ലേലൂയ ജാതീയ സംഘടനകൾ ആമേൻ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ജാതീയ ആമേൻ സ്തോത്രം ആളുകൾ ഒക്കെയും പലപ്പോഴും പാപ പരിഹാരത്തിനു വേണ്ടി ആമേൻ പലപ്പോഴും പാപ പരിഹാരത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ പല കർമ്മങ്ങളും ചെയ്യും. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു ഹല്ലേലൂയ ആമേൻ പാപബോധം നിന്റെ അകത്തു വന്നാൽ ഏറ്റു പറയാനുള്ള ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അതെന്റെ ദൈവത്തിന്റെ സന്നദ്ധിയാ. നീ ഒരു കർമ്മവും ചെയ്യാൻ പോകണ്ട. ആമേൻ ദൈവത്തിന്റെ പാദപീഠത്തിലിരുന്ന് നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് നിന്റെ ഭവനത്തിന്റെ ഉള്ളറയിലിരുന്ന് ദൈവത്തിൽ നിന്ന് ആമേൻ സമർപ്പിക്കാൻ തയ്യാറായാൽ, നിന്റെ നാവെടുത്ത് കർത്താവേ സംഭവിച്ചു പോയി എന്നോട് ക്ഷമിക്കണമെന്ന് ഏറ്റുപറയാൻ തയ്യാറായാൽ യാതൊരു കർമ്മത്തിന്റെയും ആവശ്യമില്ല. പഴയ നിയമകാലത്ത് പാപപരിഹാരത്തിന് വേണ്ടി അവർ യാഗം കഴിച്ചു. എന്നാൽ ഏത് സമയത്തും അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ അവകാശത്തെ തന്ന് ദൈവം നമ്മളെ ഈ പുതിയ ആമേൻ നിയമത്തിലാക്കി വെച്ചിരിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഏതു സമയത്തും കൃപാസനത്തിനടുത്തേക്ക് അകത്തു ചെല്ലുവാനുള്ള ഒരു ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവസ്ഥിതി കടന്നു വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, യഥാർത്ഥമായി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പ് വരുത്തി അഥവാ രക്ഷാനിർണയം പ്രാപിച്ചവൻ ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കാൻ ഹല്ലേലൂയ ആത്മാർത്ഥതയോട് ദൈവസ്ഥിതി കടന്നു വരണം. ആമേൻ. രക്ഷ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ആമേൻ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എനിക്ക് തോന്നിയതുപോലെ ജീവിപ്പാനല്ല. ആമേൻ ലഭിച്ച രക്ഷ നഷ്ടപ്പെട്ടു പോകാതെ ആമേൻ അതിനെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ മേൽ കിടപ്പുണ്ട്. NHS ജോലിക്ക് ആമേൻ ഇന്റർവ്യൂ ചെയ്ത് വിസ തന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എഗ്രിമെന്റ് സൈൻ ചെയ്തപ്പോൾ അതിനകത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജോലി ചെയ്തില്ലെങ്കിൽ നാളെ എടുത്തവന് ജോലിയിൽ നിന്ന് പുറത്തു കളയാനും പറ്റും.
ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പാലിക്കേണ്ട ആമേൻ പ്രമാണത്തെ പാലിച്ച് ജീവിപ്പാൻ തയ്യാറായാൽ നിത്യത നഷ്ടപ്പെടത്തില്ല. ആമേൻ സ്തോത്രം. ഈ ദിവസങ്ങളിൽ ആ ഒരു ആത്മഭാരത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കണമെന്ന് പകൽക്കാലം ദൈവത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. യേശു ദേവാലയത്തിലേക്ക് അവൻ ജനത്തെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട സ്ത്രീയെ അമേൻ ഹല്ലേലൂയ കല്ലെറിയുവാൻ അവന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ യേശു അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ. ഹല്ലേലൂയ. അമേൻ അമേൻ. ഒരാൾക്ക് പോലും കല്ലെറിയാൻ ധൈര്യമില്ലാതെ അവർ മടങ്ങുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശു സ്ത്രീയോട് പറഞ്ഞു, ഹല്ലേലൂയ, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. അമേൻ സ്തോത്രം. ഇനിയും നീ പാപം ചെയ്യരുത്. ആമേൻ ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന്റെ ശിക്ഷയുടെ കല്ലുകൾ കൊണ്ട് അവൻ അതുദാരുണമായി മരണത്തിലേക്ക് നയിക്കപ്പെടാമായിരുന്ന ഒരു സ്ത്രീയെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ കുറ്റം വിധിക്കാതെ ആമേൻ അവൾക്ക് ലഭിച്ചതായ ഒരു ഹല്ലേലൂയ വലിയ ഭാഗ്യപദവിയുണ്ട്. ആമേൻ തന്റെ ശിക്ഷയിൽ ഇളവ് ലഭിക്കുക മാത്രമല്ല ആമേൻ തന്റെ പാപത്തെയും ക്ഷമിച്ചു കൊടുക്കുവാൻ തക്കണം ഇടയായി. ആമേൻ ആ സ്ത്രീക്ക് ആ സമയത്ത് ദൈവത്തോടുണ്ടായ യേശുവിനോടുണ്ടായ ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് വേണം നാം ദൈവത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാൻ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ സകല പാപ കടവും ഹല്ലേലൂയ ഗോൽഗോഥായിൽ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി ഇളച്ചു തന്ന ദൈവത്തെ ഹല്ലേലൂയ ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കണം. നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ ഹല്ലേലൂയ മറ്റൊന്നുമില്ലെങ്കിലും എൻ്റെ പാപത്തെ ദൈവം ക്ഷമിച്ചു തന്നത് ഓർത്ത് ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ദൈവം ആമേൻ രോഗികൾക്ക് നല്ല വൈദ്യനാണ്. ആമേൻ. ഇവിടെ ഇരിക്കുന്ന ആരും രോഗസൗഖ്യം അനുഭവിക്കാത്തവരല്ല. ആമേൻ. ജീവിതത്തിന്റെ പല മേടുകളിൽ പല മേഖലകളിൽ പല തരത്തിലുള്ള രോഗത്തിന്റെ ബന്ധനങ്ങൾ പലപ്പോഴും നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ കരുതൽ നമ്മളോട് കൂടെ ഇരുന്ന് രോഗിക്ക് നല്ല വേദന ദൈവം നമ്മളെ വിടിവിച്ച കർത്താവാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഡോക്ടർ പറയുന്ന ഏത് മരുന്ന് നമുക്ക് കഴിക്കാം, എന്നാൽ ഹല്ലേലൂയ സൗഖ്യം നൽകേണ്ടത് നമ്മുടെ കർത്താവാ. ആമേൻ. എത്ര വലിയ കാശ് കൊടുത്തും എത്ര വലിയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഹോസ്പിറ്റലിൽ പോയും ആമേൻ സർജറികൾ ചെയ്യാം, എന്നാൽ നിന്റെ മുറിവുണക്കുന്നത് നമ്മുടെ കർത്താവാ. ആമേൻ സ്തോത്രം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ദൈവവചനത്തിൽ നമുക്ക് കാണാനായി കഴിയുന്നു. രക്തസ്രാവക്കാരിയായ സ്ത്രീ ഉള്ളതൊക്കെയും വിറ്റ് 12 വർഷം ഹല്ലേലൂയ ചികിത്സ നടത്തിയെങ്കിലും ആമേൻ യേശുവിനെ ഹല്ലേലൂയ വിശ്വാസത്തോടെ തൊട്ടപ്പോഴാണ് തനിക്ക് സൗഖ്യം വന്നത് എന്ന് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. അവൾ പരിപൂർണ സൗഖ്യം പ്രാപിച്ചപ്പോൾ യേശുവിനോടുണ്ടായൊരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തോടുകൂടെ വേണം നാം ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരുവാൻ. കഴിഞ്ഞ നാളുകളിൽ രോഗത്തിൽ ദൈവം തന്നെ വിടിവിച്ചെങ്കിൽ, മരണക്കിടക്കിൽ ദൈവം തന്നെ വിടിവിച്ചെങ്കിൽ ഹല്ലേലൂയ ആ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ആമേൻ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാ. ആമേൻ ഹല്ലേലൂയ സ്തുതികൾക്ക് യോഗ്യനാ. എങ്കിലും ആമേൻ ദൈവസ്ഥനിൽ കടന്നു വരുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തോട് ഞാൻ ചോദിക്കേണ്ട കാര്യമാ, എൻ്റെ പാപം ക്ഷമിച്ച് തന്നുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കും. ഞാൻ രോഗക്കിടക്കയിൽ വീണപ്പോൾ രോഗം എന്നെ വീഴ്ത്തിക്കളയാൻ ശ്രമിച്ചപ്പോൾ അവിടെയൊക്കെയും ദൈവം എന്നെ വിടിവിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. എത്ര വില കൂടിയ വാഹനമായാലും എത്ര പുതിയ വാഹനമായാലും ഒരു 5 വർഷം ഓടിക്കഴിഞ്ഞാൽ അത് പഴകും. അതിൻ്റെ പാർട്സുകളൊക്കെ പഴകി തുടങ്ങും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ചെറുകെ ഓരോ സർവീസിലും അതിൻ്റെ ഓരോ പാർട്സുകൾ മാറ്റിവെക്കേണ്ടതായി വരും. എന്നാൽ ഹല്ലേലൂയ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ അന്നു മുതൽ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ അന്നു മുതൽ നിന്റെ ശരീരത്തിൽ ആമേനുള്ള യാതൊരു ചെറുതും വലുതുമായ ഒരവയവത്തിനും ആമേൻ ഹല്ലേലൂയ കേടുവരാതെ ആമേൻ സ്വതം അതൊന്നും നിശ്ചലമായി പോകാതെ ആമേൻ ഇന്നുവരെ ആരോഗ്യത്തോടെ ബലത്തോടെ നിൽപ്പാൻ ദൈവം കൃപ തന്നെങ്കിൽ, ആമേൻ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കൃപ തന്നെങ്കിൽ ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. മനുഷ്യനിർമ്മിതമായിട്ടുള്ള സകല കാര്യങ്ങൾക്കും ഹല്ലേലൂയ സർവീസ് ആവശ്യമാണ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള എല്ലാ മേഖലകളും ഹല്ലേലൂയ ഏതെങ്കിലും പാർട്സുകൾ കേടാവും. എന്നാൽ ഹല്ലേലൂയ നമ്മളെ ദൈവം ഇത്രത്തോളം അതിശയകരമായി നടത്തുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. രോഗം കടന്നു വരാഞ്ഞിട്ടല്ല, ഭാരം കടന്നു വരാഞ്ഞിട്ടല്ല, സർജറികൾ നടക്കാഞ്ഞിട്ടല്ല, അവിടെയൊക്കെയും ദൈവത്തിന്റെ കരം കൂടെ ഇരുന്നത് കൊണ്ടാ ഇന്ന് ജീവനോടെ ഇവിടുന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. പലപ്പോഴും നാളെ എന്തായി തീരുമെന്ന് ഭാരപ്പെട്ട നാളുകളില്ലേ, ചില ടെസ്റ്റുകൾ കാരണം ഹല്ലേലൂയ നാളെ എന്താ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞ് ഭാരപ്പെട്ട മാസങ്ങളില്ലേ. എന്നാൽ അതിന്റെ നടുവിൽ ദൈവം ഇത്രത്തോളം നടത്തിയെങ്കിൽ ആമേൻ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരുമ്പോൾ നിന്റെ ഹൃദയത്തിൽ നിന്ന് പരിപൂർണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കണം എന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അടുത്ത നമുക്ക് കാണാനായി കഴിയുന്നു. ആമേൻ സ്തോത്രം. മരിച്ച് നാളായി ആമേൻ സ്തോത്രം നാറ്റം വെച്ച ലാസറിന്റെ കല്ലറയിലേക്ക് യേശു ചൊല്ലുവാനിടയായി തീർന്നു. ആമേൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രസംഗിക്കാനെടുത്ത പല കാര്യങ്ങളും ആമേൻ ഹല്ലേലൂയ ഇംഗ്ലീഷ് വർഷിപ്പിൽ ഹല്ലേലൂയ ലീഡ് ചെയ്തപ്പോഴും ആമേൻ സ്തോത്രം പ്രാർത്ഥിച്ചപ്പോഴും ജിബിൻ ബ്രദർ വചനം പറഞ്ഞപ്പോഴും മെർലിൻ സിസ്റ്റർ ലീഡ് ചെയ്തപ്പോഴും ഒക്കെയും ഈ കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറയാനിടയായി തീർന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ളത് ഇതൊക്കെ തന്നെയാ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. വിടുതലിന്റെ സാക്ഷ്യങ്ങൾ നമ്മൾ ഒത്തിരി കേട്ടതാ, വാഗ്ദത്തങ്ങൾ ഒത്തിരി കേട്ടതാ. ഇന്ന് പകൽക്കാലം ചിന്തിക്കേണ്ട കാര്യം, കർത്താവേ ഞാൻ ദൈവത്തെ ആരാധിപ്പാൻ വരുമ്പോൾ എനിക്ക് പരിപൂർണ്ണ ഹൃദയത്തോടെ എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം നാം നമ്മളോട് തന്നെ പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്.
നാറ്റം പറ്റിയ അവസ്ഥയിൽ ലാസറെ പുറത്തു വരിക എന്ന് യേശു കൽപ്പിച്ചപ്പോൾ ഹല്ലേലൂയ ആമേൻ ലാസർ പുറത്തു വന്നപ്പോൾ ലാസറിന് യേശുവിനോടുണ്ടായൊരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തോടുകൂടെ നാം ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ പള്ളിപ്രമാണിയായ യായിറോസിൻ്റെ മകളെ ദൈവം ഉയർപ്പിച്ചു. ഹല്ലേലൂയ. നീ കൈവച്ചാൽ എൻ്റെ മകൾ സൗഖ്യമാകും എന്ന് തൻ്റെ പിതാവിനൊരു വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ആ വിശ്വാസത്തെ തകിടം മറിക്കുന്ന നിലവാരത്തിലേക്ക് ആമേൻ ഭവനത്തിലേക്ക് അടുത്തു ചെന്നപ്പോൾ ഹല്ലേലൂയ ആമേൻ സ്തോത്രം എല്ലാം കഴിഞ്ഞുപോയി. ഇനിയും യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം കരയുന്നവരും ആമേൻ സ്തോത്രം കുഴലൂത്തുകാരും വിലാപക്കാരും ഭവനം നിറഞ്ഞു. ആമേൻ ഇനി അല്പം കൂടെ നേരത്തെ വന്നാൽ എന്തെങ്കിലും കാര്യമുണ്ടായിരുന്നു പറഞ്ഞ സ്ഥാനത്ത്. ഹല്ലേലൂയ സ്തോത്രം. ബാലയോട് പുറത്താക്കാൻ വേണ്ടിയൊക്കെ പുറത്താക്കിയിട്ട് ദൈവം ബാലയോട് പറഞ്ഞു. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ബാല എഴുന്നേൽക്കുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ വിലാപം തിങ്ങി നിറഞ്ഞ് നിൽക്കേണ്ട വീടിനെ സന്തോഷകരമാക്കിയ ആമേൻ ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ സ്തോത്രം. ഇനി ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് വിധി എഴുതിയവരുടെ മുമ്പിൽ ദൈവപ്രവൃത്തി നടന്ന ദൈവ സാന്നിധ്യം. അങ്ങനെ പല മേഖലകൾ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ലേ? ആമേൻ പല വിലാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അതിനൊരു സാക്ഷ്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. കാരണം ഹല്ലേലൂയ ഒരു അപകടം നടന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഒരു വിലാപം എൻ്റെ ഭവനത്തിൽ കടന്നു വരാമായിരുന്നു. ആമേൻ ഇന്ന് പകൽക്കാലം അത് സംഭവിക്കാതെ ദൈവം ഇവിടെ കൊണ്ടുവന്നത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണോ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സ്തോത്രം. പല വിലാപങ്ങളും പല സങ്കടങ്ങളും കരച്ചിലുകളും നമ്മുടെ ഭവനങ്ങളിൽ ഉയരാതെ ദൈവം നമ്മളെ ഇത്രത്തോളം നടത്തിയത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരുമ്പോൾ ആത്മനിറവോടുകൂടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കണം എന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ആ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ ആരാധിക്കണം. നമ്മുടെ ജീവിതവുമായി നാം ഒന്ന് പരിശോധിച്ച് നോക്ക്. ചില വർഷങ്ങൾ ചില ആണ്ടുകളൊന്ന് പുറമോട്ട് പരിശോധിച്ച് നോക്ക്. ഏതൊക്കെ മേഖലകളിൽ ഹല്ലേലൂയ നാം താണു പോകാമായിരുന്നു, ഇല്ലാതായി പോകാമായിരുന്നു. അവിടെയൊക്കെ ദൈവസ്നേഹം കൂടെ ഇരുന്നത് കൊണ്ട് ഹല്ലേലൂയ ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഹല്ലേലൂയ. വീണ്ടും നമുക്ക് കാണാനായി കഴിയുന്നു ഒരു കൂട്ടം ആളുകൾ ഹല്ലേലൂയ മരിച്ചുപോയ ഒരുത്തനെ കൊണ്ട് മഞ്ചത്തിൽ വരുന്നു. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. അമ്മയ്ക്ക് ഏകജാതനായ മകൻ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ അമ്മയോ വിധവ. ആമേൻ സ്തോത്രം. ആ സാഹചര്യത്തിൽ ഹല്ലേലൂയ കരയുന്ന ആ അമ്മയുടെ കണ്ണുനീര് കണ്ട ദൈവം ഹല്ലേലൂയ യേശു ആമേൻ ഹല്ലേലൂയ ആ മഞ്ചത്തിൽ തൊട്ടപ്പോൾ ആ ബാല്യക്കാരൻ ഹല്ലേലൂയ എഴുന്നേറ്റ് വരുവാനിടയായി തീർന്നു. ആമേൻ ഈ മൂന്ന് സംഭവത്തിൽ നമുക്ക് കാണാനായി കഴിയുന്നത് ആമേൻ മറിയയുടെ കണ്ണീര് ദൈവം കണ്ടു, ആ അമ്മയുടെ കണ്ണീര് ദൈവം കണ്ടു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ അപ്പൻ്റെ വിശ്വാസത്തെ ദൈവം കണ്ടു. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടെ കണ്ണുനീരോടുകൂടെ നീ പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ അസ്തമിച്ചു പോയി നാറ്റം വെച്ച അവസ്ഥയിൽ കിടക്കുന്ന വിഷയമായിക്കോട്ടെ, ഹല്ലേലൂയ ചിലർ ചുമന്നുകൊണ്ട് വിഷയമായിക്കോട്ടെ, ഇനി മുന്നോട്ട് വഴികളൊന്നുമില്ലെന്ന് പറഞ്ഞ് വിധി എഴുതിയ വിഷയങ്ങളായിക്കോട്ടെ, ഹല്ലേലൂയ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിക്കോട്ടെ, അവിടെയും പ്രവർത്തിപ്പാൻ അന്ന് പ്രവർത്തിച്ച ദൈവ സാന്നിധ്യം ഇന്നും ആ ദൈവത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ആ വിശ്വാസത്തോടുകൂടെ നാം ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ പരിപൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ അടുത്ത് വരുന്നു. എൻ്റെ വിഷയത്തിന് വേണ്ടി ദൈവം ഒന്ന് കൽപ്പിക്കണം. കർത്താവെ, സാഹചര്യം ഒന്നുമില്ല, നാറ്റം വെച്ച അവസ്ഥയാ. ആമേൻ. പലരും പറയുന്നു അല്പം കൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലഭിച്ചേനേയും, ഇനിയും വഴികളൊന്നുമില്ലെന്ന് പറഞ്ഞ് വിധി എഴുതുമ്പോൾ ഹല്ലേലൂയ ദേശത്തിൻ്റെ നിയമം പോലും പലപ്പോഴും പ്രതികൂലമാകുമ്പോൾ കർത്താവേ, അതിന് നടുവിൽ ദൈവം ഒന്ന് കൽപ്പിക്കണമേ. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം എന്ന് കൽപ്പിക്കണം എൻ്റെ വിഷയത്തിൻ്റെ മേൽ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ആമേൻ. ലാസറിനെ ഉയർപ്പിച്ച ദൈവം ആമേൻ നിന്റെ വിഷയങ്ങളെ ഉയർപ്പിക്കാൻ ശക്തനാ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ ആമേൻ. ഹൃദയം തുറന്ന് നാം ദൈവത്തെ ആരാധിക്കണം. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. മർക്കോസ് 5:1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കാൻ കഴിഞ്ഞാൽ, ഗദരദേശത്ത് ഭൂതബാധിതൻ ശവപ്പറമ്പിൽ ആയിരുന്നു താമസം. അവൻ വസ്ത്രഹീനനായിരുന്നു. അവനെ പിടിച്ചു കെട്ടുവാൻ ആർക്കും കഴിഞ്ഞില്ല. ആമേൻ സ്തോത്രം. എത്ര ചങ്ങലകളുണ്ട് അവൻ ബന്ധിച്ചാലും അവനത് പൊട്ടിച്ചുകൊണ്ട് പുറത്തു പോകുമായിരുന്നു. ഹല്ലേലൂയ ആമേൻ. ഒരു സാധാരണ മനുഷ്യൻ്റെ കൂട്ടത്തിൽ ആമേൻ ഹല്ലേലൂയ അവനെ അടുപ്പിക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ സ്തോത്രം, അവനിൽ ബാധിച്ച ഭൂതത്തെ ആമേൻ യേശു പുറത്താക്കിയപ്പോൾ അവൻ സ്വതന്ത്രമായി എന്ന് നമുക്കിവിടെ കാണാനായി കഴിയുന്നു. ആമേൻ ഹല്ലേലൂയ. ഇന്നലെ വരെ ഭൂതഗ്രസ്തനായിരുന്നവൻ, ശവക്കോട്ടയിൽ കിടന്നുറങ്ങിയവൻ, ഹല്ലേലൂയ സ്തോത്രം, ഒരു ഭ്രാന്തനെ പോലെ ഓടി നടന്നവനെ ദൈവം അവൻ്റെ മേൽ വ്യാപരിച്ച ഭൂതത്തെ പുറത്താക്കിയപ്പോൾ അവൻ സ്വതന്ത്രനായപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു സന്തോഷമുണ്ട്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. ആ സ്നേഹത്തോടുകൂടെ നാം ദൈവത്തെ ആരാധിക്കണം. ഇന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്ര കുടുംബങ്ങളെ സാത്താൻ ബന്ധിച്ചു വെച്ചിരിക്കുന്നു, എത്ര പേരുടെ ഭൗതിക നന്മകളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, എത്ര തലമുറകളെ ഇല്ലാതാക്കിക്കൊള്ളുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേരുടെ കുടുംബജീവിതത്തിലെ സന്തോഷങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. എത്ര കുടുംബജീവിതത്തിൽ അവസരങ്ങൾ കൊണ്ടിടുന്നു. ഹല്ലേലൂയ. പാരമ്പര്യ ബന്ധനങ്ങൾ, പൗരോഹിത്യ ബന്ധനങ്ങൾ, അന്ധകാര മേഖലകളൊക്കെ കുടുംബങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും തകർത്തു കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം അതിൽ നിന്നൊക്കെയും സാത്താൻ്റെ പല ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ ദൈവജനത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകൾ എൻ്റെ കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകാമായിരുന്നു.
തൊടാമായിരുന്നില്ലേ? എൻ്റെ തലമുറകളെ പിശാച് നോട്ടമിടാകാമായിരുന്നില്ലേ? എനിക്ക് എൻ്റെ ഹല്ലേലൂയ സാമ്പത്തിക മേഖലകളെ തൊടാമായിരുന്നില്ലേ? എന്നാൽ അതിൻ്റെയൊക്കെ നടുവിലും പിശാച് പല പദ്ധതികൾ ഒരുക്കിയപ്പോഴും, സാത്താൻ പല തന്ത്രങ്ങൾ ഒരുക്കിയപ്പോഴും, അതിൻ്റെ നടുവിൽ ഹല്ലേലൂയ ദൈവം ആമേൻ സ്തോത്രം വിടിവിച്ച് നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നന്ദിയുള്ള ഹൃദയത്തോടെ, പരിപൂർണ്ണ ഹൃദയത്തോടെ നാം ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ആമേൻ. സാത്താൻ്റെ കെട്ടുകളെ പൊട്ടിച്ച് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇന്ന് ആമേൻ വിവിധ സഭകളിൽ, വിവിധ ദേശങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. വെളിച്ചപ്പാടുത്തിയായി ആമേൻ ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് കാശുണ്ടാക്കി കൊടുത്തിരുന്ന ബാല്യക്കാരുടെ മേൽ ഹല്ലേലൂയ വ്യാപരിച്ചിരുന്നതായ ആമേൻ സ്തോത്രം അശുദ്ധ ഭൂതത്തെ ആമേൻ ഹല്ലേലൂയ പൗലോസും ശീലാസും ശാസിച്ചപ്പോൾ ആമേൻ ഹല്ലേലൂയ അവർ സ്വതന്ത്രമായി ഇന്ന് നമുക്കവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. സാത്താൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടിവിച്ച ദൈവത്തെ ഓർത്തുകൊണ്ട് നാം ഈ ദിവസങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. സാത്താൻ പോരാടാഞ്ഞിട്ടല്ല, ആമേൻ. സാത്താൻ തകർത്ത് കളയാൻ പദ്ധതി ഇടാഞ്ഞിട്ടല്ല. ആമേൻ. ദൈവത്തിൻ്റെ ഒരു കാവലും പരിപാലനവും നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ വ്യക്തി ജീവിതത്തെയും നിൻ്റെ ജോലിയെയും നിൻ്റെ തലമുറകളെയും ഹല്ലേലൂയ പരിപാലിക്കുന്നത് കൊണ്ടാണ് ശത്രു നിന്നെ അറ്റാക്ക് ചെയ്യാതിരിക്കുന്നത്. അറ്റാക്ക് ചെയ്തിട്ടും ശത്രു ജയിക്കാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കരവിരുത, ദൈവത്തിൻ്റെ കരുതല. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നന്ദിയുള്ള ഹൃദയത്തോടെ, ആ സന്തോഷത്തോടെ, ആ സ്വാതന്ത്ര്യം പ്രാപിച്ച സന്തോഷത്തോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ ഒരു ന്യൂസ് കേട്ടതാ. ആമേൻ. കോടീശ്വരന്മാരിൽ കോടീശ്വരനായ ഒരു വ്യക്തി ആമേൻ ഹല്ലേലൂയ ഒറ്റ നിമിഷം കൊണ്ട് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. കാശില്ലാഞ്ഞിട്ടായിരുന്നോ? ആമേൻ. കാറുകളില്ലാഞ്ഞിട്ടായിരുന്നോ? കുടുംബമില്ലാഞ്ഞിട്ടായിരുന്നോ? ഹല്ലേലൂയ. അങ്ങനെ പല കുടുംബങ്ങളും ഇന്ന് ദേശത്ത് ഹല്ലേലൂയ പല ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിലും വലിയ കാര്യങ്ങളുടെ മേലും ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, ജീവിതം മടുത്തുകൊണ്ടിരിക്കുമ്പോൾ, കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഇതുവരെ നടത്തിയ ദൈവത്തെ ഒന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ ഒന്ന് ആരാധിപ്പാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. താൻ ഉയർത്തെഴുന്നേറ്റ ശേഷം അനേക ദൃഷ്ടാന്തങ്ങളാൽ ഹല്ലേലൂയ പലർക്കും ആമേൻ ഹല്ലേലൂയ താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് കാണിച്ചു കൊടുക്കാൻ ഇടയായി തീർന്നു. ഉയർപ്പിൻ്റെ പ്രഭാതത്തിൽ ആമേൻ യേശു ക്രിസ്തുവിൻ്റെ ശവശരീരം കല്ലറയ്ക്കൽ നിന്ന് എടുക്കുവാൻ ഹല്ലേലൂയ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ ഓടിയെത്തിയ മറിയയുടെ മുമ്പിൽ ഹല്ലേലൂയ ആമേൻ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആമേൻ പ്രത്യക്ഷമായി മറിയേ എന്ന് വിളിച്ച് തന്നെ എതിരേൽപ്പാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടപ്പോൾ മറിയയുടെ ജീവിതത്തിലുണ്ടായ സന്തോഷം ആമേൻ എത്രമാത്രമാണോ ആ സന്തോഷത്തോടുകൂടി നാം ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷനായി. ആമേൻ. അവരറിയാതെ വണ്ണം അവരുടെ കണ്ണുകൾ ആമേൻ നിരോധിച്ചിരുന്നു. ആമേൻ. ഇന്ന് ലോകത്തിൽ പലരുടെയും അവസ്ഥ ദൈവസ്നേഹം തിരിച്ചറിയാതെ, ദൈവവചനം തിരിച്ചറിയാതെ അവരുടെ അകക്കണ്ണുകളെ പിശാച് ആമേൻ സ്തോത്രം ഹല്ലേലൂയ മൂടി വെച്ചിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവവചനം അനുസരിപ്പാൻ, ആമേൻ, ദൈവത്തെ സ്നേഹിപ്പാൻ തക്കവണ്ണം ആമേൻ കൃപ ലഭിച്ച ദൈവമക്കളെ ഓർത്തുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കണം, സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. പിന്നീട് ഭക്ഷണത്തിൽ ഇരുന്നപ്പോൾ ഹല്ലേലൂയ ആമേൻ അവരുടെ കണ്ണു തുറന്നു, അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു എന്ന് നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ നമുക്ക് കാണാനായി കഴിയുന്ന ഒരു കാര്യം 24 ലൂക്കോസ് 24:32 വാക്യം നമുക്ക് കാണാനായി കഴിയുന്നു. അവർ സംസാരിച്ച് തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നല്ലോ എന്നവർ തമ്മിൽ പറയാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ വചനം ഒത്തിരി കേട്ടിട്ടും ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം അനേക കൂട്ടായ്മകളിൽ പങ്കെടുത്തിട്ടും എത്ര പേർക്ക് അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ദൈവത്തിന് കടന്നു വരുമ്പോൾ? ഹല്ലേലൂയ സ്തോത്രം. നിന്റെ വേദനകളെ ഓർത്ത് കത്താനല്ല പറഞ്ഞത്, ദൈവ സ്നേഹത്തെ ഓർത്ത് എത്ര പേർക്ക് ഹല്ലേലൂയ നിന്റെ ഉള്ളം കത്തുന്നുണ്ട്. എന്നെ ഇന്ന് പകൽക്കാലം ആയുസ്സോടെയും ആരോഗ്യത്തോടെയും കൊണ്ടുവന്ന ദൈവത്തെ എനിക്ക് ആരാധിപ്പാൻ കൃപ ലഭിച്ചതുകൊണ്ട് എത്ര പേര് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈനംദിന ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തെ നാം നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കണം, സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. 5 അപ്പവും 2 മീനും എടുത്ത് 5000 പോഷിപ്പിച്ച് ഹല്ലേലൂയ പന്തിയിൽ ഇരുന്ന് ഭക്ഷിച്ച പുരുഷാരത്തിനും 12 കൊട്ട് നിറച്ചെടുത്ത് ഭവനത്തിലേക്ക് പോയി ശിഷ്യന്മാർക്കും ഉണ്ടായൊരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തോടുകൂടെ ദൈവത്തെ നാം ആരാധിക്കണം. ചെറുതും വലുതുമായ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ആമേൻ നമ്മളെ സുഭിക്ഷിതമായി നടത്തുന്ന ദൈവത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ നീ ദൈവത്തെ ആരാധിക്കണം. ഒരു നന്മയും നിനക്കുണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് വിധി എഴുതിയ സ്ഥാനത്ത് ആമേൻ നന്മയുടെ ഒരു കൂമ്പാരം തന്നെ നിന്റെ ജീവിതത്തിന്മേൽ അയച്ച് ആമേൻ ഹല്ലേലൂയ ഭംഗിയുമായി ദൈവം നിന്നെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആമേൻ ദൈവത്തെ ആരാധിക്കണം. ആമേൻ. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കരഞ്ഞ ഹാഗാറിന്റെ പൈതലിന് വേണ്ടി മരുഭൂമിയിൽ ഹല്ലേലൂയ നീരുറവ തുറന്നു കൊടുത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഒരു പിടി മാവ് കൊണ്ട് ആമേൻ സ്വത്രം അപ്പം ഉണ്ടാക്കി തിന്ന് മരിക്കുവാൻ ഹല്ലേലൂയ തീരുമാനിച്ച സാരാഭാത്തിലെ വിധവയ്ക്ക് ക്ഷാമകാലം തീരുവോളം ഹല്ലേലൂയ ആമേൻ ഭരണിക്കകത്ത് ആമേൻ ഹല്ലേലൂയ മാവിന്റെ ഉറവ തുറന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ.
കടക്കാർ പിടിച്ചുകൊണ്ട് പോകുവാൻ വന്ന പ്രവാചക ശിഷ്യന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഹല്ലേലൂയ സ്തോത്രം ഭരണിക്കകത്ത് എണ്ണയുടെ ഉറവ തുറന്നു കൊടുത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നീറുന്ന നിന്റെ ഏത് വിഷയവും ആയിക്കോട്ടെ, നിന്റെ ഹൃദയത്തിൽ ഏത് വിഷയമായിട്ടാണോ നീ ദൈവത്തിന് കടന്നു വന്നിട്ടുള്ളത്, എല്ലാത്തിൻ്റെ മേലും ചില നീരുറവകളെ തുറക്കുവാൻ ശക്തനായവനാ എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. കഷ്ടതകൾ ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റുവാനല്ല, ദൈവത്തിലേക്ക് നിന്നെ അടുപ്പിക്കുവാനാണ്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഈ ദിവസങ്ങളിൽ കഷ്ടതകൾ കടന്നു വരുമ്പോൾ നാം ആത്മീയത്തിൽ പിന്നും പിറകോട്ട് പോകുവാനല്ല, ഞായറാഴ്ചത്തെ നിന്റെ ആത്മീക കാഴ്ചപ്പാട് അടുത്ത 6 ദിവസവും നീ ആയിരിക്കുന്ന എല്ലാ മേഖലയിലും ഉണ്ടായിരിക്കണം. കഷ്ടതകൾ കടന്നു വന്നാലും സന്തോഷങ്ങൾ കടന്നു വന്നാലും ഏത് മേഖലയിലായിരുന്നാലും ഹല്ലേലൂയ ആമേൻ, ആ ആത്മീക സന്തോഷവും കാഴ്ചപ്പാടും ഉള്ളവരായി നാം ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകണം എന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ്. ഭക്തനായ ഇയ്യോബിനെ പോലെ പറയാൻ കഴിയണം, യഹോവ തന്നു യഹോവ എടുത്തു എന്ന്. ആമേൻ. ഒരു ആത്മീക ചങ്കൂറ്റത്തോടു കൂടെ എത്ര പേർക്ക് പറയാൻ പറ്റും? ഹല്ലേലൂയ. പ്രതിസന്ധികളൊന്നും നിന്നെ തളർത്തുവാനല്ല, നിന്നെ ഉയർത്തുവാനാണ്. ഒരു താഴ്വരയ്ക്ക് അതിന് ഉയർന്ന ഒരു കുന്നുണ്ട്. ആമേൻ. ഒരു താഴ്വരയ്ക്ക് അവന് ഉയർച്ചയുണ്ട്. ഹല്ലേലൂയ. പ്രതിസന്ധികളിൽ കൈവിടുന്ന കർത്താവിനെ അല്ല നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഇത്ര നല്ല ദൈവത്തെ സേവിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നെങ്കിൽ നിന്റെ പ്രയാസങ്ങൾ ഏതുമാകട്ടെ, പ്രശ്നങ്ങൾ ഏതുമാകട്ടെ, ആമേൻ, കണ്ണുനീരിൻ്റെ അവസ്ഥകളായിക്കോട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, വിസയുടെ ഭാരമായിക്കോട്ടെ, ഹല്ലേലൂയ, രോഗത്തിൻ്റെ ബന്ധനങ്ങളായിക്കോട്ടെ, എന്തു തന്നെയായാലും ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് ഹല്ലേലൂയ നീ യാതൊരു കർമ്മവും ചെയ്യണ്ട. ദൈവപാദപീഠത്തിലേക്ക് നിന്റെ ഹൃദയത്തെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചിട്ട് സകല ഭാരവും ദൈവസന്നിധിയിൽ വെച്ചിട്ട് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ആരാധിപ്പാൻ തയ്യാറാകുക, ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാകുക, ഒന്ന് കരയാൻ തയ്യാറാകുക. ഹല്ലേലൂയ. നാറ്റം വെച്ചതിനെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം, അസ്തമയത്തിനെ ഉയർപ്പിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ, ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ ആരാധിക്കണം എന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മളെ ഏവരെയും വചനങ്ങളാൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.